ഇതേ പി രാജീവ് തന്നെ കോട്ട് സൂട്ട് വിട്ട് ഡാവോസിൽ പോയി അദ്ദേഹത്തിൻ്റെ മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹം ഒരു വ്യവസായത്തിൻ്റെ കേരളത്തിലേക്ക് വ്യവസായികളെ മാടി വിളിക്കുന്ന ഒരാളായി മാറിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സ്ഥലജല വിഭ്രമം പോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറയുന്നു അദാനിക്ക് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഡീലാണ്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും വി ഡി സതീശൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കത്തെ നുണകൾ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്ന് പറയുമ്പോൾ പോലും സത്യത്തിൽ ലജ്ജ തോന്നുന്നു, അപമാനം തോന്നുന്നു. അല്ല, ഇതിനകത്ത് എന്ത് നുണയാണ് പറഞ്ഞതെന്ന് കൂടി താങ്കൾ വ്യക്തമാക്കണം. താങ്കൾ കുറെ നേരമായി ഈ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നുണ പറഞ്ഞു. എന്ത് നുണയാണ് പറഞ്ഞത്? ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരിച്ചത്. PSC പോലെ സംവിധാനം അട്ടിമറിച്ചു. എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നവാ പ്രതിപക്ഷത്ത് വരുമ്പോഴേക്കും കോർപ്പറേറ്റ് ഭീമൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പഴയ അതേ സമീപനം നിങ്ങൾ എടുക്കുകയാണ്. ഇനി അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കൃത്യമായിട്ട് ഇതിൽ സർക്കാർ എന്ത് കള്ളക്കളി നടത്തി എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം ഇത് പിണറായി സർക്കാർ ചെയ്ത കാര്യമെന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ എന്ത്? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനകത്ത് വികസനത്തിന് എതിർക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. വികസനം നടപ്പിലാക്കുമ്പോൾ അത് സുതാര്യമായ രീതിയിൽ, ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൺസേൺ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. 90 വർഷത്തേക്ക് ഒരു ഓഹരി എഴുതി കൊടുക്കുമ്പോഴത്തേക്കും അദാനി ഗ്രൂപ്പിന് തീരെഴുതി കൊടുത്തതാണ്. അതാണ് നമ്മൾ 45 വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യത്യാസം വരും. ഇടതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്? വലതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്? നെഹ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന മാതൃഭൂമി ഒരു സൺഡേ സപ്ലിമെന്റ് എടുത്ത് അതിനെക്കുറിച്ച് നെഹ്റുവിന്റെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. നെഹ്റുവിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ വാചാടോപങ്ങളിൽ യാതൊരു കാര്യവുമില്ല. അത് പ്രാവർത്തികമാക്കി കാണിക്കണം. അല്ലാതെ അടിമുടി ഇരട്ടത്തപ്പായ അടിമുടി നുണ പറഞ്ഞ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്കത് തള്ളിക്കളയാം. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും വി ഡി സതീശൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കത്തെ നുണകൾ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്ന് പറയുമ്പോൾ പോലും സത്യത്തിൽ ലജ്ജ തോന്നുന്നു, അപമാനം തോന്നുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ബ്ലാറ്റൻ ലൈസ് എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഇല്ല, ഇതിനകത്ത് എന്ത് നുണയാണ് പറഞ്ഞതെന്ന് കൂടി താങ്കൾ വ്യക്തമാക്കണം. താങ്കൾ കുറെ നേരമായി ഈ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നുണ പറഞ്ഞു. എന്ത് നുണയാണ് പറഞ്ഞത്? ആ കാര്യം ഒന്ന് വ്യക്തമാക്കണം. തുടക്കം തൊട്ടേ ആദ്യമേ ഒന്നാമത്തെ കാര്യം 1, 2, 3, 4, 5 ഇതെന്താ നഴ്സറി സ്കൂളാ? കത്തി മുറി 1, 2, 3, 4, 5 ഈ പട്ട. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയാണ് ഏത് കരാറാണോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ, PM ശ്രീയുടെ കാര്യത്തിൽ, PM ശ്രീ പദ്ധതി ആരാണ് ഒപ്പിടാൻ പോയത്? നിങ്ങളുടെ LDF CPI പോലും അറിയാതെ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ പോയ ആൾക്കാരാണ്. ഒപ്പിട്ടോ? ആരാണ് ഒപ്പിട്ടത്? ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാരാണ്? MOU ഒപ്പിട്ടതാരാണ്? പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ LDF പോലും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴല്ലേ അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടായത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ലേ? നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരിച്ചത്. PSC പോലെ സംവിധാനം അട്ടിമറിച്ചു. അവിടെയെങ്കിലും DYFIയും SFI ഒന്നും കാണുന്നില്ലല്ലോ. PSCയുടെ മുന്നിൽ സമരം നടക്കുകയാണ് ഇപ്പോൾ. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ കൊഞ്ഞണം കുത്തുന്ന രീതിയിലേക്ക് PSC സംവിധാനം അട്ടിമറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു പോകാമെന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച കൊള്ളയുണ്ടല്ലോ, ആ കൊള്ളയാണ് പകൽക്കൊള്ള നടത്തിയ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിരുന്ന ന്യായം പറിക്കുന്നത്. കാര്യം പറയുമ്പോൾ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. കടൽ കൊള്ളയ്ക്കുള്ള ഏർപ്പാടാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ്. MV ഗോവിന്ദന്റെ പ്രതികരണവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. CPMൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരിക എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായൊരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇനി CPMന് എന്ത് വോയിസാണ് ഇക്കാര്യത്തിലുള്ളത് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ? സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അല്ല മഞ്ജുഷ്, ഈ പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന പി രാജീവ് ഇന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് എത്ര പരിഹാസ്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ
ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വന്ന് ആർക്കും പാർട്ടിയെ പേടിയില്ലണ്ടായോ? ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു പച്ച മലയാളം എന്താണെന്ന് വെച്ചാൽ ഭരണം നഷ്ടപ്പെട്ടു, CPM-ന് ഭരണം നഷ്ടപ്പെട്ടു, ഇനിയെല്ലാം അവർക്ക് ഈ തീയൊഴിച്ച് ഇവിടെ എല്ലാം അഗ്നിക്കിരയാക്കുക എന്ന തരത്തിൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണമുണ്ടെങ്കിൽ കേരളം തേനും പാലും ഒഴുകുന്ന നാടാക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിക്കും എന്ന തരത്തിലുള്ള വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഇവർ തന്നെയായിരുന്നു വികസനത്തിന്റെ അപ്പസ്തോലന്മാർ. ഇതേ പി രാജീവ് തന്നെ കോട്ട് സൂട്ട് വിട്ട് ഡാവോസിൽ പോയി അദ്ദേഹത്തിൻ്റെ മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹം ഒരു വ്യവസായത്തിൻ്റെ കേരളത്തിലേക്ക് വ്യവസായികളെ മാടി വിളിക്കുന്ന ഒരാളായി മാറിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സ്ഥലജല വിഭ്രമം പോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറയുന്നു അദാനിക്ക് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഡീലാണ്. ഇവിടെ MSc വരുന്നത് പ്രശ്നമാണ്. ഈ MSc വരുന്നത് MScക്ക് 25% കൂടുതൽ ഓഹരി കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ പറ്റില്ല എന്ന് ഇവർക്ക് ആദ്യ ദിവസം മുതലേ അറിയാം. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സംഭാഷണം, അതായത് MScയും അദാനിയും തമ്മിലുള്ള ചർച്ച നടക്കുന്ന കാര്യം ഇതെല്ലാം അറിയാം. വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ദേശാഭിമാനിയിൽ കഴിഞ്ഞ ബുധനാഴ്ച 1-ാം തീയതി വാർത്ത വന്നതിന് ശേഷം പോലും, അതായത് അതിൽ അവർ ഇതെല്ലാം പിണറായി വിജയന്റെ വലിയ ഒരു വികസന നേട്ടമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. 5-ാം തീയതി ജൂൺ 5-ാം തീയതിയിൽ ഇന്നിപ്പോൾ പുറത്തു വന്ന ആ വാർത്തയിലും ഞാൻ ഈ ദേശാഭിമാനി ദിവസം വായിക്കുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും സമയത്ത് ഇത് മറിച്ചു നോക്കും. കാരണം നമുക്ക് ഊറിച്ചിരിക്കാനുള്ള വക എന്തായാലും ദേശാഭിമാനിയിൽ കിട്ടും. എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ചില ഇന്നർ പാർട്ടി പൊളിറ്റിക്സ്, ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം വായിക്കാറില്ല. പക്ഷേ കൊച്ചി എഡിഷനിൽ ദൗർഭാഗ്യകരം ഈ സാധനം വന്നില്ല കഴിഞ്ഞ ജൂൺ 5-ന്. അല്ലെങ്കിൽ ഞാനിത് കണ്ടേനെ. മറ്റു പലർക്കും ഇത് ചിലപ്പോൾ മിസ്സായാലും ഞാൻ ഇപ്പോഴും പത്രം വായിക്കുന്ന ഒരാളാണ്. അത് കാരണം ഞാനിത് എനിക്ക് കാണാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട്. മാതൃഭൂമിയിലും തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്. അതെ, തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാതൃഭൂമിയിൽ ഓൺലൈനിലായിട്ടാണ് വന്നത്. അത് കാരണം ഈ സാധനം ഞാൻ കണ്ടില്ല. എന്തായാലും CPM-ന് ഇതിനെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. എന്നിട്ട് തോമസ് ഐസക് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കല്ല് വെച്ച നുണകളാണ്. എന്നിട്ട് രാജീവ് വന്നിട്ട് പറയാണ് സതീശൻ കല്ല് വെച്ച നുണ പറയുകയാണെന്ന്. സതീശൻ കല്ല് വെച്ച നുണ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവർ പറയുന്നത് കല്ല് വെച്ച നുണയല്ലേ എന്ന് ഇവർക്ക് സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സതീശൻ കുറച്ച് വാക്ചാതുര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചില നുണകൾ വേണമെങ്കിൽ സത്യം പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ 10 വർഷം ഇവർ വികസനത്തിന്റെ അപ്പസ്തോലന്മാരായിട്ട് നിന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ കേരളം കത്തിക്കണം എന്ന രീതിയിൽ പഴയ ഇവരുടെ സമീപനം, വികസന വിരോധ സമീപനം, ഇവിടെ പണ്ട് കൊച്ചി എയർപോർട്ട് വന്നപ്പോഴും ഇവിടെ എന്ത് വികസന പദ്ധതി വന്നപ്പോഴും അതിനെ എതിർത്തിരുന്ന അതേ സമീപനത്തിലേക്ക് CPM തിരിച്ചു പോവുകയാണോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.